മക്കളെ നമ്മൾ ജീവനതുല്യം സ്നേഹിക്കുന്നുണ്ട്. എന്നാൽ പലപ്പോഴും അത് അതുപോലെ തന്നെ അവർക്ക് ഫീൽ ചെയ്യുന്നില്ലേ എന്ന് സംശയം തോന്നാറുണ്ടോ? പല സമയങ്ങളിൽ നമ്മൾ ആശ്വാസമാണ് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ സങ്കടം വരുമ്പോഴോ വാശി പിടിക്കുമ്പോഴോ കരയുമ്പോഴോ ഒക്കെ നമ്മൾ അവർക്ക് കൊടുക്കുന്ന ആശ്വാസ വാക്കുകളും നമ്മൾ കൊടുക്കുന്ന പ്രവൃത്തികളും ഒക്കെ നല്ലതിനെ എന്ന് വിചാരിച്ചു കൊടുക്കുന്ന സംഗതികൾ പോലും അവർക്ക് നമ്മളുമായിട്ടുള്ള ഒരു അകലം കൂട്ടുന്നുണ്ട് എന്ന് ഫീൽ ചെയ്തിട്ടുണ്ടോ? നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ വാലിഡേഷനെ പറ്റിയുള്ള ബേസിക് ആയിട്ട് ഒരു പാരന്റ് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് കവർ ചെയ്തത്. നിങ്ങൾ ആ വീഡിയോ ഇതുവരെ വാച്ച് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് പോയി വാച്ച് ചെയ്യാം. ഈ വീഡിയോ കഴിഞ്ഞിട്ടാണെങ്കിലും വാച്ച് ചെയ്താൽ മതി. പക്ഷെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, കുട്ടികൾക്ക് വാലിഡേഷൻ എന്തുകൊണ്ടാണ് പാരന്റ്സിന് കൊടുക്കാൻ പറ്റാതെ വരുന്നത്. അതിന് 7 റീസൺസ് ആണ് മെയിൻ ആയിട്ടുള്ളത്. ഒത്തിരി റീസൺസ് നമുക്ക് വേണമെങ്കിൽ കണ്ടുപിടിക്കാനൊക്കെ പറ്റും. മെയിൻ ആയിട്ട് ഞാൻ ഈ ഒരു ബുക്കുണ്ട്, നമ്മുടെ ദ പവർ ഓഫ് വാലിഡേഷൻ എന്ന് പറഞ്ഞൊരു ബുക്കാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഈ ബുക്കിൽ നിന്നാണ് ഞാൻ ഈ ഒരു കണ്ടന്റ് തന്നെ എടുത്തിരിക്കുന്നത്. ഒരു 4-5 വർഷം മുമ്പ് വായിച്ചൊരു ബുക്കാണ്. പക്ഷെ പിന്നീട് ഞാൻ ഈ ബുക്ക് ശരിക്കും ഫോളോ ചെയ്യുന്നത് കൊണ്ട് ഇത് എനിക്ക് ത്രൂ ഔട്ട് എൻ്റെ പ്രാക്ടീസിലും പേഴ്സണൽ ലൈഫിലും ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. അപ്പം ഉറപ്പായിട്ടും വാലിഡേഷനെ പറ്റി എപ്പം ആരെന്ത് ചോദിച്ചാലും ഞാൻ ഈ ബുക്കാണ്, ദ പവർ ഓഫ് വാലിഡേഷൻ എന്ന് പറഞ്ഞ ബുക്കാണ് റെഫർ ചെയ്യാറുള്ളത്. ദ പവർ ഓഫ് വാലിഡേഷൻ എന്ന് പറഞ്ഞ ബുക്കിൽ നിന്ന് തന്നെ എടുത്തിട്ടുള്ള 7 ഇൻവാലിഡേറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ, പാരന്റ്സ് ഡെയിലി ചെയ്യുന്നത്, അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണണം. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൽ അൺലേൺ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളും ലേൺ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളും ഞാൻ എല്ലാ 7 കാര്യങ്ങളിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് എങ്ങനെ അൺലേൺ ചെയ്യണം, എങ്ങനെ ലേൺ ചെയ്യണം എന്ന് നമ്മൾ അറിയണമെങ്കിൽ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞെങ്കിൽ മാത്രമാണ് അത് ചെയ്യാൻ പറ്റുള്ളൂ. വളരെ ഈസിയാണ്. ഭയങ്കരമായിട്ടുള്ള വലിയ വലിയ ടാസ്കുകളൊന്നും ഞാൻ ഒരിക്കലും എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തില്ല. നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ചെയ്യാറുള്ളൂ ഇതില്. കാരണം ഇത് എൻ്റെ ലൈഫിലും കൂടെ അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങളായതുകൊണ്ട് തന്നെ, എൻ്റെ ലൈഫിലും അപ്ലൈ ചെയ്യുന്ന വിജയിക്കുന്ന കാര്യങ്ങളായതുകൊണ്ട് മാത്രമാണ് ഞാൻ വീഡിയോ ചെയ്യുന്നതും ഇത് നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്ത് തരുന്നത്. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്ന കാര്യം, കുട്ടികളോട് പാരന്റ്സിന് എന്തുകൊണ്ടാണ് വാലിഡേറ്റ് ചെയ്യാൻ പറ്റാത്തത്, ഇൻവാലിഡേറ്റ് ചെയ്യപ്പെടുന്നതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പൊ ഒന്നാമത്തെ കാര്യമായിട്ട് ഇതിൽ പറയുന്നത്, കുട്ടികളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നും നമുക്ക് പാരന്റ്സിന് ചിന്തിക്കാൻ പറ്റാത്തതാണ് ഏറ്റവും വില്ലനായിട്ട് എപ്പോഴും വരുന്നത്. ഞാൻ ആദ്യം തന്നെ പറയാണ്, നമുക്ക് കുട്ടികളുടെ സ്നേഹമില്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അവരോട് ദേഷ്യമുള്ളത് കൊണ്ടോ വിരോധം ഉള്ളത് കൊണ്ടോ ഒന്നും അല്ല പാരന്റ്സ് പലപ്പോഴും അവരെ ഇൻവാലിഡേറ്റ് ചെയ്തു പോകുന്നത്. നമ്മൾക്ക് ഭയങ്കര പേടിയാണ്. നമുക്ക് കുറെ മുൻവിധികൾ ഉണ്ടാവും, ഇങ്ങനെയാണെങ്കിൽ അങ്ങനെ സംഭവിച്ചേക്കാം, അല്ലെങ്കിൽ ആൾക്കാർ എന്ത് പറയും, ഇങ്ങനെ പറഞ്ഞു നമ്മുടെ കണ്ടീഷൻ ചെയ്തു വെച്ചിരിക്കുന്ന കുറെ കാര്യങ്ങൾ കാരണമാണ് പലപ്പോഴും ഒരേ രീതിയിൽ തന്നെ, പണ്ട് പഠിപ്പിച്ച രീതിയിൽ തന്നെ, അല്ലെങ്കിൽ നമ്മൾ കണ്ടും കേട്ടും വളർന്ന രീതിയിൽ തന്നെ കുട്ടികളെ ഇന്നും എല്ലാവരും വളർത്തിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ വാലിഡേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റാതെ വരുന്നത്. അപ്പൊ ആ ബ്ലോക്കുകളെ എങ്ങനെ നമ്മൾ ആദ്യം ടാക്കിൾ ചെയ്ത് കളയാം എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. നമ്മളെപ്പോഴും കാര്യങ്ങളെ മുതിർന്ന ആളുകളുടെ കണ്ണിൽ കൂടെ കാണുമ്പോഴാണ് ഈ പ്രശ്നങ്ങളിവിടെ സ്റ്റാർട്ട് ആവുന്നത്. കുട്ടിക്ക് ചിലപ്പോൾ ഒടിഞ്ഞു പോയ ടോയ് അല്ലെങ്കിൽ പൊട്ടിപ്പോയ ടോയ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. പക്ഷെ നമുക്ക് അതൊരു ഓൾഡ് ടോയ് ആണ്, അല്ലെങ്കിൽ ഇതുപോലെ ടോയ്ക്ക് ഇനിയും വാങ്ങിക്കാൻ പറ്റും, ഇതൊരു ബിഗ് ഡീലാണോ എന്ന് നമ്മൾ പറയും. പക്ഷെ കുട്ടികൾക്ക് അവരുടെ ഫീലിങ്സ് എപ്പോഴും ഭയങ്കര സ്ട്രോങ് ആണ്, അത് റിയൽ ആണ്. ഞാൻ മുമ്പത്തെ വീഡിയോ സൂചിപ്പിച്ചതുപോലെ അവരുടെ ആവശ്യങ്ങൾ എന്ന് പറയുന്നത്, അവരുടെ വാശി, അവരുടെ കരച്ചിൽ എന്ന് പറയുന്നത് അവരുടെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് തന്നെയായിരിക്കും. എല്ലാ ബിഹേവിയറിന്റെ പിന്നിലും ഒരു റീസൺ ഉണ്ടാവും അവർ ചെയ്യുന്നതിന്റെ. അപ്പം നമ്മൾ ഇവിടെ ബിഹേവിയർ അഡ്രസ്സ് ചെയ്യുന്നതിന് മുമ്പ് അവരുടെ ഫീലിങ്സ് മനസ്സിലാക്കാൻ നോക്കുന്നു. അപ്പൊ അൺലേൺ ചെയ്യേണ്ട കാര്യം ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ പലപ്പോഴും പറയുന്നത്, ഇതൊരു ചെറിയ ടോയ് അല്ലേ, ഇതിന് വേണ്ടിയിട്ട് എന്തിനെങ്ങനെ നീ കരയാൻ പോകുന്നത്, ഇത് കരയേണ്ട കാര്യമൊന്നുമില്ല, മിണ്ടാണ്ടിരിക്കുക, അല്ലെങ്കിൽ ഇതുപോലെ ഞാൻ വേറെ വാങ്ങിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആശ്വസിപ്പിക്കാൻ നോക്കും. അതാണ് നമ്മൾ അൺലേൺ ചെയ്യേണ്ടത്. മറിച്ച് നമ്മൾ ലേൺ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ടോയ് നിനക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതായിരുന്നു അല്ലേ, എനിക്ക് മനസ്സിലാവുന്നുണ്ട് നീ എത്രത്തോളം സങ്കടപ്പെടുന്നുണ്ട് എന്നുള്ളത്, അപ്പൊ അത് ബ്രേക്ക് ആയിപ്പോയത് ഒത്തിരി സങ്കടം വന്നു അല്ലേ നിനക്ക് എന്ന് പറഞ്ഞ് നമ്മൾ അവരുടെ കൂടെ ഒന്ന് ഇരിക്കാൻ നോക്കുക. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ നോൺ വെർബൽ ക്യൂസ് ആണ് ഇവിടെ വെരി ഇമ്പോർട്ടന്റ്. അത് നമ്മൾ കണ്ണിലും കയ്യിലും കാതിലും ഒക്കെ നമ്മൾ അതുപോലെയുള്ള ആക്ഷൻസ് ഇട്ടെങ്കിൽ മാത്രമേ ഉള്ളൂ കുട്ടികൾക്ക് മനസ്സിലാവുള്ളൂ അവരുടെ ഫീലിങ്സ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഇവിടെ നമ്മൾ അവരുടെ നഷ്ടത്തിനെ നഷ്ടമായി തന്നെ അംഗീകരിക്കുന്നു. നഷ്ടപ്പെട്ട് പോയ സാധനം തിരിച്ചു വാങ്ങിച്ചു കൊടുക്കാൻ നമ്മൾ എഗ്രി ചെയ്യുന്നില്ലെങ്കിലും ആ നഷ്ടത്തിനെ നഷ്ടമായിട്ട് അംഗീകരിക്കുന്നു, അതിനെ നമ്മൾ കുറച്ച് കാണിക്കുന്നില്ല. ഇതാണ് അവിടുത്തെ നമ്മൾ അൺലേൺ ചെയ്യുന്നതും ലേൺ ചെയ്യുന്നതുമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഇതിൽ രണ്ടാമത്തെ വരുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പാരന്റ്സിന്റെ ഫിയർ ആണ് കുട്ടികൾ ഭയങ്കര സെൽഫിഷ് ആയി പോകുമോ എന്നുള്ള ഒരു പേടി. അതായത്
ഞാൻ നന്നായിട്ട് കുട്ടീനോട് സ്നേഹിച്ചു കഴിഞ്ഞാല് ഒരു ബൗണ്ടറി അല്ലെങ്കിൽ സ്നേഹത്തിനും ബൗണ്ടറി വെച്ച് കഴിഞ്ഞാല് ഇനി അതും അല്ലെങ്കിൽ അവരുടെ എല്ലാ ആഗ്രഹങ്ങളെ അംഗീകരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് ഒക്കെ അവർ ഭയങ്കര പാമ്പേർഡായി പോവില്ലേ, അവർ വഷളായി പോവില്ലേ. അവർക്ക് കാര്യങ്ങളുടെ വാല്യൂ എന്താന്ന് മനസ്സിലാവാതെ അവർ ഭയങ്കരമായിട്ട് ഒരു സെൽഫിഷ് ആയിട്ടുള്ള ബിഹേവിയറിലേക്ക് അവർ പോവില്ലേ. അവർക്ക് ഷെയറിങ് ചെയ്യാൻ പറ്റാതെ വരില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, പോസ് ചെയ്തിട്ട് ഓരോ കാര്യങ്ങളും പറയാൻ തുടങ്ങും. അതുപോലെ തന്നെ നമ്മുടെ കാലത്തുണ്ടായിരുന്ന കാര്യങ്ങളും വെച്ച് നീ ഒരുപാട് ആർത്തി കാണിക്കല്ലേ, അല്ലെങ്കിൽ എൻ്റെ കാലത്ത് താണ്ട് ഇതൊന്നും ഉണ്ടായിരുന്നില്ല, നിന്റെ കാലത്ത് ഇതൊക്കെ ഉണ്ട്, അതുകൊണ്ട് നീ നന്ദിയുള്ളതായിരിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ അവരുമായിട്ട് അടിച്ചമർത്താൻ നോക്കും. അവരുടെ വേണം എന്നുള്ള ആഗ്രഹത്തിനെയും നമ്മൾ അടിച്ചമർത്താൻ നോക്കും. ഇവിടെ നമ്മൾ അൺലൈൻ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കുട്ടികളോട് പറയുമ്പോൾ നീ ആവശ്യമില്ലാത്ത കാര്യത്തിന് വേണ്ടിയിട്ടാണ് വാശി പിടിക്കുന്നത്, ഇതൊന്നും ഇപ്പോഴാവശ്യമില്ല, എൻ്റെ കാലത്ത് ഇതൊന്നും കിട്ടിയിട്ടില്ല, നീ എന്തിനെ ഇപ്പോഴുള്ള കാര്യങ്ങളും വെച്ചിട്ട് നിൽക്കാൻ നോക്ക്, ആ ടോയ് തന്നെ വേണം, എന്താ അത്ര നിർബന്ധം, വീട്ടിൽ എത്ര ടോയ് ഇതുപോലത്തെ വേറെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറേ റീസണിങ് അവർക്ക് കൊടുക്കാൻ നോക്കും. അതിന് പകരം ഒരു ഷോപ്പിൽ പോയി നിന്ന് അവർ ടോയ്ക്ക് വേണ്ടി കരയുന്ന സമയത്ത് നമ്മൾ ലേൺ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആ ഫീലിങ്സിനെ അംഗീകരിക്കാൻ മാത്രമാണ്. അതായത് നിനക്ക് ഈ ടോയ് വേണമെന്ന് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടല്ലേ, ആ ടോയ് ഭയങ്കര ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ട്, നല്ല കളറാണല്ലോ, ആ ഗ്രീൻ കളർ അത് നന്നായിട്ട് മാച്ച് ചെയ്യുന്നുണ്ട്, നിനക്ക് അതുകൂട്ട് തന്നെ ടോയ് വേറെ വീട്ടിലുണ്ടല്ലേ, ഈ ടോയ് വാങ്ങിക്കാൻ വേണ്ടി നമുക്കൊരു പ്ലാൻ ചെയ്യണം, നമുക്ക് പിന്നീട് വന്നിട്ട് ഇത് കൂട്ടരണം വാങ്ങിക്കണം, നമുക്ക് ഈ കടക്കാരനോട് ചോദിച്ചാലോ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഒരു ടോയ് ഉണ്ടാവുമോ എന്ന്, അപ്പോഴേക്കും നിനക്ക് കുറച്ച് കാശുണ്ടാക്കാൻ പറ്റുമായിരിക്കും എന്ന് പറയാം. ഇനി അതല്ലെങ്കിൽ വേറൊരു കാര്യം നമുക്ക് പറയാൻ പറ്റുന്നത്, ഈ ടോയ് നമ്മൾ ഇപ്പൊ വാങ്ങിക്കുന്നില്ല, എനിക്കറിയാം നിനക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ഈ ടോയ് എന്ന്, നിനക്ക് ഇഷ്ടപ്പെട്ടു എന്ന് എനിക്കറിയാം, നല്ല രസമുണ്ട് ഈ ടോയ്, ഇത് നമുക്ക് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നല്ല രസമായിരുന്നേനെ, പക്ഷെ ഇന്നത്തെ കാര്യം നമ്മൾ ഈ ടോയ് വാങ്ങിക്കുന്നില്ല, അവരുടെ ആഗ്രഹത്തിനെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ട്, പകരം നിങ്ങൾ ആ കുട്ടിക്ക് ആ ടോയ് വാങ്ങിച്ചും കൊടുക്കുന്നില്ല. നോക്കൂ, നിങ്ങൾ പലപ്പോഴും നമ്മൾ അറിയാതെ ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ വാശി പിടിച്ച് കരയാണ്, ഒരു രക്ഷയില്ല, 5-10 മിനിറ്റ് ആയിട്ട് വാശി പിടിക്കുന്ന കുട്ടീൻ്റെ അടുത്ത് നമ്മൾ ലാസ്റ്റ് അങ്ങ് തോറ്റു കൊടുക്കും. നമ്മൾ എന്നിട്ട് ആ ടോയ് വാങ്ങിച്ച് വീട്ടിൽ വരും. നമ്മൾ ശരിക്കും പറഞ്ഞാൽ അവിടെ വലിയൊരു പവർ സ്ട്രഗിൾ ഉണ്ടായി നമ്മൾ തോറ്റു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ പവർ സ്ട്രഗിളിൽ ശരിക്കും വിൻ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മളൊന്ന് വാലിഡേറ്റ് ചെയ്യാൻ വേണ്ടി ശരിക്കും കുട്ടികളെ പഠിപ്പിച്ചു തുടങ്ങി കഴിഞ്ഞാൽ. ഇനി മൂന്നാമത്തെ കാര്യം നോക്കുകയാണെങ്കിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ്. അതായത് ഈ വാലിഡേഷൻ എന്ന് പറയുന്ന കാര്യം എന്തോ പ്രശ്നമുള്ള ഒരു കാര്യമാണ്. പ്രശ്നക്കാരനായ കാര്യം ആയതുകൊണ്ട് തന്നെ നമുക്കത് അടുപ്പിക്കാൻ പറ്റില്ല എന്നാണ് പല പേരൻസും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ വാലിഡേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരിക്കലും കുട്ടികൾക്ക് ഒന്നിനുള്ള പെർമിഷൻസ് കൊടുക്കലല്ല, അവരുടെ ബിഹേവിയറിനെ ഇഗ്നോർ ചെയ്യലല്ല, അവരോട് എപ്പോഴും യെസ് പറയലല്ല, അവർ വേണ്ട ആവശ്യങ്ങളെല്ലാത്തിനെയും സാധിച്ചു കൊടുക്കലും അല്ല, മറിച്ച് ബിഹേവിയറും അവരുടെ ആക്ഷൻസും ഫീലിങ്സും ഡിഫറെന്റ് ആണ് എന്ന് പറഞ്ഞു കൊടുക്കലാണ്. അതിനൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെ പലപ്പോഴും കാണുന്നതാണ് സിബ്ലിങ്സ് തമ്മിൽ അടി ഉണ്ടാക്കും. മിക്കവാറും ചേട്ടന്മാർക്കിട്ടാണ് കുറെ അടികൾ കിട്ടാറുള്ളത്. അനിയന്മാരോ അല്ലെങ്കിൽ അനിയത്തിമാരോ ഒക്കെ പോയിട്ട് നന്നായിട്ട് അടി വെച്ച് കൊടുക്കും. അപ്പൊ നമ്മൾ ആദ്യം പറയുന്നൊരു കാര്യം, അനിയനല്ലേ അല്ലെങ്കിൽ ചേട്ടനല്ലേ, നീ അതൊന്നും മറന്നു കളാ, കുഴപ്പമില്ല, കുഞ്ഞല്ലേ എന്നൊക്കെ നമ്മൾ മാറ്റിക്കൊണ്ട് പോകും ഈ ചേട്ടന്മാര് തിരിച്ചു കൊടുക്കുന്നതിന് മുമ്പ്. ഇവിടെ നമ്മൾ അൺലൈൻ ചെയ്ത് കളയേണ്ട കാര്യം എന്ന് പറയുന്നത്, ദേഷ്യത്തിൽ ചേട്ടനെയോ അനിയനോ അടിക്കുന്ന കുട്ടീനോട് നീ അടിക്കല്ലേ, അവന്റെ അനിയനല്ലേ ചേട്ടനല്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മാറ്റി നിർത്തും. അല്ലെങ്കിൽ നല്ല അടി വെച്ച് തരും എന്ന് മാറ്റിക്കൊണ്ട് പോകും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുട്ടീനെ എടുത്തോണ്ട് പോവുമായിരിക്കും. പകരം നമുക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാം, അതായത് നിന്റെ ടോയ് പെർമിഷൻ ഇല്ലാതെ എടുത്തതുകൊണ്ടാണ് നീ അടിക്കാൻ നിനക്ക് തോന്നിയതല്ലേ, നിനക്ക് അതുകൊണ്ട് ഭയങ്കര അപ്സെറ്റ് ആയി ഫ്രസ്ട്രേറ്റഡ് ആയി എന്ന് മമ്മിക്ക് കാണാൻ പറ്റുന്നുണ്ട്, പക്ഷേ ദേഷ്യം വന്ന് അടിക്കുന്നതൊക്കെയല്ല, ദേഷ്യം പിടിക്കുന്നതൊക്കെയാണ്, പക്ഷെ അവനെ അടിക്കാൻ പാടില്ല എന്ന് നമുക്ക് ആ ദേഷ്യത്തിനെയും നമ്മൾ അംഗീകരിക്കുന്നു, അവരുടെ ഫീലിങ്സിനെ അംഗീകരിക്കുന്നു, അവന്റെ ഫ്രസ്ട്രേഷനെ അംഗീകരിക്കുന്നു, പക്ഷെ ഈ ആക്ഷനെ ഞാൻ അംഗീകരിക്കുന്നില്ല എന്ന് ക്ലിയർ ആയിട്ട് നമ്മൾ അവിടെ പറയുന്നുണ്ട്. അതാണ് നമ്മൾ ലേൺ ചെയ്യേണ്ട കാര്യം. അങ്ങനെ വരുമ്പോൾ കുട്ടിക്ക് മനസ്സിലാവും എനിക്ക് ഉണ്ടാവുന്ന ഫീലിങ്സ് ഓക്കെയാണ്, പക്ഷെ ഞാൻ ഇവനെ അടിക്കുന്നതാണ് ഇവിടെ പ്രശ്നം. അപ്പൊ ഇവൻച്വലി കുട്ടികൾ എന്ത് ചെയ്യും, നമ്മൾ ഓവർ ടൈമിൽ നമ്മൾ എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുട്ടികൾ മെല്ലെ നല്ല ഈ ആക്ഷൻസിനെ കുറയ്ക്കുകയും ബിഹേവിയറിനെ ഹൈലൈറ്റ് ചെയ്യുകയും ചെയ്യും. ഇനി നാലാമത്തെ കാര്യമാണ്, പേരൻസിന് എപ്പോഴും കുട്ടികൾക്ക് ഒരു പ്രോബ്ലം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സഹിക്കാൻ പറ്റുന്നതിലപ്പുറമാണ്. നമുക്ക് അവർക്കൊരു പ്രോബ്ലം അല്ലെങ്കിൽ അവർ സ്ട്രഗിൾ ചെയ്യുന്നത് കാണുന്നത് ഇഷ്ടമല്ല, അല്ലെങ്കിൽ അവർ ബുദ്ധിമുട്ടുന്നത് ഇഷ്ടമല്ല, അവർക്കൊരു പ്രോബ്ലം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ്. ഇമ്മീഡിയറ്റ് ആയിട്ട് അത് ഫിക്സ് ചെയ്യണം. ഇമ്മീഡിയറ്റ് ആയിട്ട് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും എളുപ്പമാർഗം എന്ന് പറയുന്നത് അവരെ ഇൻവാലിഡേറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അതായത്
സ്കൂളിൽ നിന്ന് അടി ഒക്കെ ഉണ്ടാക്കി വരുന്ന ഒരു കുട്ടിയാണെന്ന് വിചാരിക്കുക. ഫ്രണ്ടുമായിട്ട് വഴക്കുണ്ടാക്കി. എന്നിട്ട് കുട്ടി വീട്ടിൽ വന്ന് പറയാണ്, ഞാൻ എൻ്റെ ഫ്രണ്ടുമായിട്ട് വഴക്കിട്ടു, അവൾ എന്നോട് ചീത്ത പറഞ്ഞു, അല്ലെങ്കിൽ ഞാൻ ഇനി അവളോട് മിണ്ടുന്നില്ല എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ പറയുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ അവിടെ അൺലേൺ ചെയ്യേണ്ടത്. അതായത് കുട്ടികളോട് നമ്മൾ പലപ്പോഴും പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതിനിപ്പോൾ എന്താ, അവൾ നിന്റെ നാളെ പിള്ളേരാകുമ്പോൾ അടിപിടിയൊക്കെ ഉണ്ടാക്കും, അത് സാധാരണ അല്ലേ, നാളെ അതെങ്കിൽ ശരിയായിക്കോളൂ, അല്ലെ നീ ഒന്ന് അവളോട് പോയി മിണ്ടിക്കോ, അപ്പൊ പ്രശ്നം തീർന്നില്ലേ. പകരം നിങ്ങൾക്ക് ലേൺ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല്, ഫ്രണ്ടുമായിട്ട് വഴക്കിട്ടപ്പോൾ ഭയങ്കര സങ്കടമായില്ലേ നിനക്ക്, എന്റെ ഫേവററ്റ് ഫ്രണ്ടല്ലേ അവള്, എനിക്കറിയാം, അപ്പൊ നല്ല ബുദ്ധിമുട്ടായിരിക്കും എന്ന്. മമ്മി ഇവിടെ തന്നെ കൂടെ ഇരിക്കാം കേട്ടോ, നിനക്ക് ഇതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കാനുണ്ടെങ്കിൽ ഞാനത് കേൾക്കാം എന്ന് പറയാം. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യുന്നത്, നമ്മൾ അവരുടെ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യുന്നില്ല. എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കലല്ല ഒരു പാരന്റിന്റെ ജോലി എന്ന് പറയുന്നത്, അവരുടെ കൂടെ ആ പ്രശ്നങ്ങൾ കേൾക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ പ്രശ്നം നിങ്ങൾ പരിഹരിക്കില്ല എന്നുള്ള ജോലി നിങ്ങൾ ഏറ്റെടുക്കണ്ട, അത് അവർ തന്നെ പരിഹരിക്കട്ടെ. പക്ഷെ നിങ്ങൾ നല്ലൊരു കേൾവിക്കാരാവുക. അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ കുട്ടിക്ക് അവിടെയും അവരുടെ വാല്യൂസിനെ, ഓക്കെ, എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് തന്നെ പരിഹരിക്കാൻ പറ്റും. നാളെ ആ കുട്ടി ചിലപ്പം വന്നിട്ട് നിങ്ങളോട് പറയും, ഞാൻ എൻ്റെ ഫ്രണ്ടുമായിട്ട് മിണ്ടി, അവൾക്കൊരു കുഴപ്പമില്ല, ഞങ്ങൾ വീണ്ടും ഫ്രണ്ട്സായി എന്ന് പറയുമ്പോൾ ഗുഡ് ടു ഹിയർ ദാറ്റ്, നന്നായിട്ടുണ്ടല്ലോ എന്ന് പറയാം. അത്രേ ഉള്ളൂ നമ്മുടെ റോൾ എന്ന് പറയുന്നത്. ഇനി അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രൊജക്റ്റിംഗ് അവർ പാസ്റ്റ് ആണ്. ചില പാരന്റ്സിന് എന്റെ പാസ്റ്റിൽ എനിക്ക് ഇന്നതൊന്നും കിട്ടാത്തത് കൊണ്ട് എന്റെ കുട്ടിക്ക് ഇത് കിട്ടുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതായത് നമുക്ക് കുറെ അൺമെറ്റ് ആയിട്ടുള്ള നീഡ്സ് ഉണ്ടാകുമ്പം അത് മറ്റുള്ള ഒരാൾക്ക് കിട്ടുന്നു എന്ന് കാണുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട്. അത് നമുക്ക് ചിലപ്പോൾ വന്നിട്ട് കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹങ്ങളുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അത് സാധിച്ചു കൊടുക്കാൻ നമുക്ക് പറ്റാതെ വരും. അത് നമ്മൾ പോലും അറിയാതെ നമ്മൾ ചെയ്തൊരു കാര്യമാണ്. പക്ഷെ ഇതാണ് ഇവിടുത്തെ വില്ലെന്നുള്ളത് പിന്നീട് നമ്മൾ ശരിക്കും ഒന്നിരുന്ന് ആലോചിക്കുമ്പോഴാണ് കിട്ടുള്ളൂ. ഇനി അടുത്തൊരു വിഭാഗം പാരന്റ്സ് എന്ന് പറയുന്നത്, എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇന്നതാവാനായിരുന്നു ആഗ്രഹം, പക്ഷെ ഇതെനിക്ക് കിട്ടാൻ പറ്റിയില്ല, അതുകൊണ്ട് ഞാൻ എൻ്റെ കുട്ടിക്ക് കൂടെ ആ ആഗ്രഹങ്ങളെല്ലാം നേടും. എനിക്കൊരു നല്ല കണക്ക് ടീച്ചർ ആവാനായിരുന്നു ആഗ്രഹം, ഞാൻ കണക്ക് ടീച്ചർ ആയില്ല, പകരം മലയാളം ടീച്ചറാണ് ആയത്, അതുകൊണ്ട് എൻ്റെ കുട്ടീനെ ഞാൻ കണക്ക് പഠിപ്പിക്കട്ടെ. അപ്പൊ നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങൾ അവരിലേക്ക് അടിച്ചേൽപ്പിക്കാൻ നോക്കുമ്പോൾ അവരുടെ ആഗ്രഹങ്ങളെ നമ്മൾ കാണാതെ പോകും. നമ്മൾ ഭയങ്കര ഹൈ ലെവൽ എക്സ്പെക്ടേഷൻസ് വെക്കുമ്പോൾ ചിലപ്പോൾ ഈ കുട്ടിക്ക് മാത്സ് അത്ര ഇഷ്ടം ഉണ്ടാവില്ല, അല്ലെങ്കിൽ ആ കുട്ടിക്ക് അത് പഠിക്കാൻ പറ്റുന്നുണ്ടാവില്ല. അങ്ങനെയാണെങ്കിലും ആ കുട്ടിക്ക് ഒരു മാത്സിന് കുറവ് മാർക്ക് വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരൊരു ഫെയിലിയർ ആണ് എന്നും പറഞ്ഞ് നമ്മുടെ ഫെയിലിയർ ആയിട്ട് കൂടെയാണ് നമ്മൾ അതിനെ കാണുന്നത്. അപ്പൊ നമുക്ക് ഭയങ്കര കോംപ്ലക്സ് ഉണ്ടാവും, കുട്ടികൾക്ക് ഭയങ്കര സെൽഫ് എസ്റ്റീം കുറഞ്ഞു വരും. കാരണം ഇങ്ങനെ നമ്മൾ വളർത്തിക്കൊണ്ട് വരുമ്പോഴേക്കും അവരുടെ ആഗ്രഹങ്ങളെ നമ്മൾ കംപ്ലീറ്റ് മനസ്സിലാക്കാതെ വരുന്നു. നമ്മുടെ എക്സ്പെക്ടേഷൻസ് ഇങ്ങനെ ഹയർ ആൻഡ് ഹയർ ആയിക്കൊണ്ടേ ഇരിക്കുന്നു. അത് മീറ്റ് ചെയ്യാതിരിക്കുമ്പോൾ നമ്മൾ ബ്ലെയിം ചെയ്യാൻ തുടങ്ങും, നമ്മൾ കംപ്ലൈന്റിങ് ചെയ്യാൻ തുടങ്ങും, അവർക്ക് കൂടുതൽ പ്രഷർ കൊടുക്കാൻ തുടങ്ങും. ഇതാണ് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അവർക്ക് കൂടുതൽ പ്രഷർ കിട്ടുമ്പോൾ എന്താണ്, അവര് മറ്റുള്ള രീതികളിലേക്ക് അവരുടെ പ്രഷറിനെ ഡിവൈഡ് ചെയ്യാൻ തുടങ്ങും. ഈറ്റിംഗ് ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ ഡിപ്രഷൻ, ആങ്സൈറ്റി, ഇതൊന്നും അല്ലാതെ അവർ സബ്സ്റ്റൻസ് അബ്യൂസസിലേക്ക് കുറച്ചും കൂടെ വലിയുള്ള കുട്ടികളാകുമ്പോൾ പോകും. റിലേഷൻഷിപ്സിനൊക്കെ ഡാമേജ് ഉണ്ടാകാൻ തുടങ്ങും. അപ്പം ഇതെല്ലാം നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും വില്ലനായിട്ടുള്ളത് നമ്മുടെ ഈ പാസ്റ്റിനെ നമ്മൾ കുട്ടികൾക്ക് കൊടുത്ത് അത് ഭയങ്കരമായിട്ട് ഹൈ ലെവൽ എക്സ്പെക്ടേഷൻ വെച്ച് കുട്ടികളെ വളർത്തിക്കൊണ്ടുവരാൻ നോക്കുമ്പോഴാണ്. ഇവിടെ നമ്മൾ അൺലൈൻ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, ഒന്നാമത് നമ്മൾ കുട്ടികളെ മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ കുട്ടികളുടെ മാർക്ക് കുറഞ്ഞു എന്ന് മറ്റുള്ള ആളുകളെ ഫോൺ വിളിച്ചിട്ട് പറയാതിരിക്കുക. ഇതൊക്കെ ഭയങ്കര കോമൺ ആയിട്ട് എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളാണ്. ഫോൺ വിളിച്ച് പറയും അവരുടെ മുമ്പിൽ വെച്ച് തന്നെ. അതിന്റെ കുറ്റബോധം കാരണം കുട്ടി ഇനിയും പഠിച്ചാലോ എന്നൊക്കെ ആയിരിക്കും പാരന്റ്സ് വിചാരിക്കുന്നത്. പക്ഷെ അതുകൊണ്ടൊന്നും ഒരു ഉപകാരം ഉണ്ടാവില്ല. കുട്ടികൾക്ക് അത് ഭയങ്കര ഇൻസൾട്ടിങ് ആയിട്ടായിരിക്കും തോന്നുക. അവരുടെ സെൽഫ് എസ്റ്റീമിനെ അങ്ങനെ ഡൗൺ ആക്കി കളയാൻ മാത്രമാണ് അത് ഹെൽപ്ഫുൾ ആവുള്ളൂ. കുട്ടികളെ മാറ്റി നിർത്തിയിട്ട് എന്തെങ്കിലും മറ്റൊരാളോട് ഉപദേശം നേടുന്നതിന് കുഴപ്പമില്ല. പക്ഷെ കുട്ടികളെ മുമ്പിൽ നിർത്തി അവനൊട്ടും മാർക്കില്ല, എത്രയൊക്കെ കഷ്ടപ്പെട്ടത് വെറുതെയാണ്, നിനക്ക് അഹങ്കാരമാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയും. അപ്പൊ അതൊഴിവാക്കിയിട്ട് നമുക്ക് ലേൺ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിനക്ക് മാത്സിന് മാർക്ക് കുറഞ്ഞത് നിനക്ക് സങ്കടമായെന്ന് എനിക്കറിയാം, എനിക്കും നല്ല സങ്കടമായിട്ടുണ്ട്, നമ്മൾ ഒത്തിരി എഫേർട്ട് ഇട്ടിട്ടാണ് നീ പഠിച്ചത്, ഞാനിത് കണ്ടായിരുന്നു, നമുക്ക് നോക്കാം ഇനി എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അല്ലെ നിനക്ക് മാത്സിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്നോട് സംസാരിച്ചാൽ ഞാൻ അവൈലബിൾ ആണ് കേട്ടോ എന്ന് പറഞ്ഞ ഒരു റീഅഷ്വറൻസ് നമുക്ക് അവിടെ കൊടുത്താൽ മതി. കുട്ടികൾ ചിലപ്പം അത് ഇഷ്ടമാണെന്ന് പറയും, അല്ലെങ്കിൽ എനിക്ക് ഇന്ന സ്ഥലത്താണ് എനിക്ക് പ്രശ്നമുള്ളത്, അവിടെ എനിക്ക് ഫോക്കസ് ചെയ്യണം നിങ്ങളോട് തന്നെ ഓപ്പൺ ആയിട്ട് പറയും. നിങ്ങൾ ബ്ലെയിം ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ അവർ ഷട്ട് ഡൗൺ ആവും, അവർ നിങ്ങളായിട്ട് പിന്നെ ഷെയർ ചെയ്യാൻ നിൽക്കില്ല. അതുകൊണ്ട് ഈ ഒരു കാര്യവും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് എപ്പോഴും മനസ്സിൽ വെക്കുക. കുട്ടികൾക്ക് വേണ്ടത് നിങ്ങളുടെ സപ്പോർട്ടാണ്, നിങ്ങളുടെ ലവ് ആണ്, നിങ്ങളുടെ നർച്ചറിങ് ആണ്. അത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഓട്ടോമാറ്റിക് ആയിട്ട് വളർന്നോളും, ഒരു കുഴപ്പങ്ങളും അവർക്ക് ഉണ്ടാവത്തും. ഇനി ആറാമത്തതും ഏഴാമത്തതും ആയിട്ടുള്ള കാര്യം ഞാൻ
ഞാൻ നിങ്ങൾക്ക് ഒരുമിച്ചാണ് പറയാൻ പോകുന്നത്. കാരണം അത് കൈൻഡ് ഓഫ് ലൈക്ക് എനിക്ക് തോന്നിയത് ഒരു ലിങ്ക്ഡ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ കുട്ടികളെ ലേബൽ ചെയ്യുന്നതും അതുപോലെ തന്നെ പാരൻസ് ഭയങ്കര ഹറി ആവുന്നതും. ഈ ലേബലിംഗ് എന്ന് പറയുന്നത് അവരെ നമ്മൾ നാണം കുടുങ്ങിയാക്കി പറയും, ഡ്രാമാക്യൂനാന്ന് പറയും, പിടിവാശിക്കാരിയാന്ന് പറയും, ഭയങ്കര ദേഷ്യക്കാരനെന്ന് പറയും. അതിന്റെ കൂടെ തന്നെ നമ്മൾ വർക്കിംഗ് ആയിട്ടുള്ള പാരന്റ്സും കൂടെയാണ്. അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര തിരക്കുള്ള ഒരു വീട്ടിലെ ഒരു അന്തരീക്ഷമുള്ള ഒരാളാണ്, 2-3 കുട്ടികളൊക്കെ ഉള്ള ഒരു വീടാണെങ്കിൽ നമ്മൾ എപ്പോഴും ഭയങ്കര തിരക്കിലായിരിക്കും. ആ തിരക്ക് എന്ന് പറയുന്നത് നമുക്ക് മാറ്റാൻ പറ്റാത്തൊരു തിരക്കാണ്. അതെല്ലാ അമ്മമാർക്കും അച്ഛന്മാർക്കും ശരിക്കും മനസ്സിലാക്കാനും പറ്റുന്ന ഒരു കാര്യമാണ്. കാരണം തിരക്ക് കഴിഞ്ഞിട്ടുള്ള സമയം നമുക്ക് ആർക്കും പ്രത്യേകിച്ച് കിട്ടാറില്ല. ഈ തിരക്കിനിടയിൽ നമ്മൾ മനസ്സിലാക്കാൻ പറ്റാതെ പോകുന്ന ഒരു വിഭാഗമാണ് ഈ കുട്ടികൾ എന്ന് പറയുന്നത്. അതിന്റെ ഇടയിൽ നമ്മൾ ഒരു പുറത്തേക്ക് പോകേണ്ടി വന്നിട്ടുണ്ടെങ്കിലൊക്കെ, നീ ഈ നാണം പിടിച്ച് ഇങ്ങനെ അല്ലെങ്കിൽ മാറി നടക്കാണ്ട് ഒന്ന് കൂടെ നടക്കുവോ, നീ ഇങ്ങനെ വെറുതെ വാശി പിടിക്കാണ്ട് നീ ഒന്ന് വേഗം ചെയ്യാമോ എന്നും പറഞ്ഞിട്ട് നമ്മൾ ആ ലേബലിങ്ങിനെ ആദ്യം എടുത്ത് കാണിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ആ കൂട്ടത്തിൽ നമ്മുടെ ഫ്രസ്ട്രേഷനും കൂടെ ആഡ് ചെയ്ത് അവരോടങ്ങ് പറയും. ഈ സമയത്ത് കുട്ടികൾക്ക് ഇതുപോലെ തന്നെ ഭയങ്കര ഹേർട്ട് ഫീലിങ്ങും, അവർക്ക് ഉള്ളിൽ തന്നെ ഒക്കെ ഞാൻ വാശിക്കാരനാണ്, അല്ലെങ്കിൽ ഞാൻ നാണം കുടുങ്ങിയാണ്, എനിക്കിത് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ തന്നെയാണ് എനിക്ക് എൻ്റെ ലൈഫിൽ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു ലെസണും കൂടെ അവർ അത് ലേൺ ചെയ്യാൻ തുടങ്ങും. നമുക്ക് അൺലേൺ ചെയ്യേണ്ടത് ഈ ഒരു കാര്യമാണെങ്കിൽ നമുക്കിവിടെ ലേൺ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഓക്കെ എനിക്ക് മനസ്സിലായി നിനക്ക് ആന്റീനോട് ഇപ്പൊ സംസാരിക്കാൻ തോന്നുന്നില്ല എന്നുള്ളത്, നീ കംഫർട്ടബിൾ ആണെങ്കിൽ നീ വന്ന് സംസാരിച്ചാൽ മതി കേട്ടോ, അല്ലെ കുഴപ്പമൊന്നുമില്ല, നിനക്ക് നിന്റെ സ്പേസ് എടുക്കാം. ഫോഴ്സ് ചെയ്യാതിരിക്കുക. അവരെ ഫോഴ്സ് ചെയ്ത് ഒന്നിലേക്കും നമ്മൾ ഉൾപ്പെടുത്തേണ്ട കാര്യമില്ല. അവരെ ഫോഴ്സ് ചെയ്യാതെ ഇരിക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി കുറച്ച് സമയം കഴിയുമ്പോൾ വീട്ടിൽ വന്ന ഗസ്റ്റിനോട് അവർക്ക് സംസാരിക്കാൻ തോന്നും. അല്ലെങ്കിൽ ഒരു കല്യാണ വീട്ടിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ സംസാരിക്കാൻ ചിലപ്പോൾ വില്ലിങ് ആയിരിക്കും, അല്ലെങ്കിൽ ഭരണ വീട്ടിലേക്ക് വരാൻ അവർ റെഡി ആകും. നമ്മളവരെ വാശി വേണം, അല്ലെങ്കിൽ നീ ഭയങ്കരമായിട്ട് ഡ്രാമ പിടിച്ചിങ്ങനെ ഇരുന്നോ, നീ അല്ലാണ്ട് നാണം കുടുങ്ങിയായിട്ട് എക്കാലത്തും ഇങ്ങനെ ജീവിച്ചോ എന്നൊക്കെ പറഞ്ഞ് നമ്മളവരെ ആ ലേബലിങ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ലേബലാണ് അവരുടെ തലയിൽ ഒരു കിരീടമായിട്ട് അവർ വെക്കാൻ പോകുന്നത്. അതും വെച്ചിട്ടായിരിക്കും അവരുടെ ജീവിതം ഫുൾ അവർ ജീവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് മാക്സിമം ലേബലിങ് ഒഴിവാക്കുക. എപ്പോഴും നീ ഒരു ബാഡ് ബോയ് ആണ്, അല്ലെങ്കിൽ ബാഡ് ബിഹേവിയർ ആണ്, നീ ഒരു ഗുഡ് ബോയ് ആണ്, ഇങ്ങനെയുള്ള ഗുഡ് സിൻഡ്രോം ബാഡ് സിൻഡ്രോം ഒക്കെ അങ്ങ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ തന്നെ കുട്ടികൾക്ക് ഭയങ്കര ലൈറ്റായിട്ട് ഫീൽ ചെയ്യും. കുട്ടികൾക്ക് മാത്രമല്ല നിങ്ങൾക്കും ലൈറ്റായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇത് തീർച്ചയായും ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ഇതുവരെ നിങ്ങൾ ആലോചിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ ഏറ്റവും വലിയ മോട്ടിവേഷൻ എന്ന് പറയുന്നത്, കൂടുതൽ വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ അടുത്ത വീഡിയോ പ്ലാൻ ചെയ്യുന്നത്, നമ്മൾ ഡെയിലി പറയുന്ന കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട് ഇൻവാലിഡേറ്റിംഗ് ആയിട്ട്, എന്നും അറിയാതെ നമ്മുടെ വായിൽ വന്നു പോകുന്ന കുറച്ച് വാക്കുകൾ. ആ വാക്കുകളെ എടുത്തിട്ട് കറക്റ്റ് അതിന് പകരം മറ്റെന്താണ് പറയാൻ പറ്റുക എന്നുള്ളൊരു വീഡിയോ ആണ് അടുത്ത ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. അതുമായിട്ട് ഞാൻ ഉടനെ തന്നെ വരാം. അപ്പൊ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഇതിന്റെ അഭിപ്രായം എന്നോട് കമന്റ് ബോക്സിൽ പറയണം. നിങ്ങൾക്ക് ഏറ്റവും കൂടുതലായിട്ട് ഇൻവാലിഡേറ്റിംഗ് ആയിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ എന്താണ്, അല്ലെങ്കിൽ നിങ്ങൾ വാലിഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് എങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ് എന്നൊന്ന് നിങ്ങൾ കമന്റ് ബോക്സിൽ പറയുകയാണെങ്കിൽ എനിക്കും അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്ന മറ്റുള്ള ആളുകൾക്കും അതും ഉപകാരപ്രദമായിരിക്കും. താങ്ക് യു.